ഇന്ത്യൻ സമയം അതിരാവിലെ 4:55. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. സമയം 5 മണി. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഉദയസൂര്യന്റെ നാട്ടിലാണ്, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. സമുദ്രനിരപ്പിൽ നിന്ന് 440 മീറ്റർ ഉയരത്തിലാണ് ഇറ്റാനഗർ സ്ഥിതി ചെയ്യുന്നത്. നാഹർലഗുൻ ഇറ്റാനഗർ ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ്. ദിനംപ്രതി ഇറ്റാനഗറിൽ നിന്ന് ആസാമിലെ ഗുവാഹട്ടിയിലേക്ക് ഹെലികോപ്റ്റർ സർവീസുമുണ്ട്. ഇവിടുത്തെ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 30-ലധികം ഗോത്രങ്ങളും അതിലധികം ഉപഗോത്രങ്ങളും, ഈ ഓരോ ഗോത്രത്തിനും അവരുടേതായ ഭാഷയും സംസ്കാരവും രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ഇത്രയധികം ഭാഷകൾ സംസാരിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഈ ഭാരതത്തിലില്ല. ഇറ്റാനഗറിലെ ശരാശരി സാക്ഷരതാ നിരക്ക് ദേശീയ ശരാശരിയായ 74% വളരെ കുറവാണ്. ഈ സ്ഥിതിയിലേക്കെങ്കിലും ഇവിടുത്തെ സാക്ഷരത ഉയരാൻ സഹായിച്ചത് അരുണാചൽ മിഷന്റെ സാന്നിധ്യമാണ്. അരുണാചൽ മലനിരക്കുകളിൽ സുവിശേഷം അതിസാഹസികമായി എത്തിച്ചു പോരുന്ന അരുണാചൽ മിഷണറിമാരുടെ ആസ്ഥാനം. നാട്ടിൽ നിന്ന് വരുന്ന വൈദികർക്കും ഇവിടുത്തെ പരിപരുക്കൻ മിഷൻ യാത്രകൾ ചെയ്ത് തളർന്നു വരുന്നവർക്കുമുള്ള ആശ്വാസ കേന്ദ്രം കൂടിയാണ് ഇവിടം. ഇറ്റാനഗർ മിഷൻ രൂപതയുടെ ഇടയൻ ബിഷപ്പ് ജോൺ കാത്രക്കുടിയിൽ അരുണാചലിലെ ജനങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി തന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച അപ്പോസ്തോലൻ. 52,283 സ്ക്വയർ കിലോമീറ്റർ എന്ന വൻ വിസ്തൃതിയിലാണ് ഇറ്റാനഗർ മിഷൻ രൂപതയുടെ പ്രവർത്തന മണ്ഡലം. ഏതാണ്ട് കേരളമെന്ന നമ്മുടെ സംസ്ഥാനത്തേക്കാൾ വലിപ്പമുണ്ട് ഇറ്റാനഗർ മിഷൻ രൂപതയ്ക്ക്. അന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇറ്റാനഗർ ഡയസിസിൻ്റെ ഒരു മിഷൻ എല്ലാവരെയും കാണിക്കാനായിട്ട് നമ്മൾ ശാലോം ടിവിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഇന്ന് നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. പിതാവേ, ഞങ്ങൾ കേരളത്തിൽ നിന്ന് മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ ഒരു സ്റ്റാച്യു കൊണ്ടുവന്നിട്ടുണ്ട്. യാത്രയിൽ ഉടനീളം അല്ലെങ്കിൽ ഈ രൂപതേനെ മുഴുവനായിട്ട് മാതാവിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോവുക. അപ്പം പിതാവ് ആ സ്റ്റാച്യു ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ബ്ലെസ് ചെയ്തതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് വന്നത് ഇന്നലെ നല്ല കാര്യം ചെയ്യാൻ വന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളിപ്പോൾ പോകുമ്പോൾ വളരെ വളരെ അകലെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് ഞാൻ കേട്ടു. ഇവിടുന്ന് 2-3 ദിവസം എടുക്കും ചില ഇടവകളിലൊക്കെ ചെല്ലുന്നതിന്. അവിടെ 1-2 പുതിയ ഇടവകളൊക്കെ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ എല്ലാം പടമെടുത്ത് നമ്മുടെ നാട്ടുകാരെ കാണിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ രൂപ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ചാപ്പലിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പോൾ പ്ലസ് ചെയ്യാം. 2005 ഡിസംബർ 7 പരിശുദ്ധാത്മാവിനാൽ രൂപം കൊണ്ട ഇറ്റാനഗർ മിഷൻ രൂപതയിൽ വിവിധ കോൺഗ്രിഗേഷനിൽ നിന്നുമുള്ള 100ഓളം വൈദികരും 150ഓളം സിസ്റ്റർമാരും അൽമായരും സ്തുത്യർഹമായ സേവനം ചെയ്തു പോരുന്നു. എല്ലാവരും ഈ മിഷൻ യാത്രയുടെ സുരക്ഷയ്ക്കു വേണ്ടി മാതാവിന്റെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അകലെ നിന്ന് നോക്കുമ്പോൾ അരുണാചലിന്റെ സുന്ദര രൂപം നമ്മെ മാടി വിളിക്കും.
പക്ഷേ യാത്രയിൽ അരുണാചലിന്റെ വന്യമായ സ്വഭാവത്തെയും കൂടി അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പ്രമുഖ മിഷണറിമാരിൽ ഒരാളായ ഫാദർ ബിജു പുതിയിടത്തിന് അനുഭവത്തിൽ നിന്നുമുള്ള ബോധ്യമുണ്ട്. യാത്രാമധ്യേ വാഹനത്തിന് യാതൊരുവിധ സാങ്കേതികമായ തകരാറ് വരാതിരിക്കാൻ അച്ഛനും ഡ്രൈവർ വിനോദും എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു. ഇനിയുള്ള കുറച്ചു നാളുകൾ അരുണാചലിന്റെ മലനിരകളിലൂടെയാണല്ലോ യാത്ര ചെയ്യേണ്ടത്. അരുണാചൽ മിഷന്റെ ചരിത്രം തേടിയുള്ള യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. യാത്രയുടെ തുടക്കത്തിലെ തന്നെ പ്രകൃതിയുടെ പരുക്കൻ സ്വഭാവത്തിന്റെ സൂചനകളെല്ലാം ലഭിക്കുന്നുണ്ടായിരുന്നു. അരുണാചൽ മിഷൻ ഇന്നത്തെ യാത്ര ഇറ്റാനഗറിൽ നിന്ന് ആലോയിലേക്കാണ്. 354 കിലോമീറ്റർ യാത്ര ചെയ്ത് ആലോയിലെത്തുമ്പോഴേക്കും സമയം വൈകുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. സംസ്ഥാനത്തെ 9 ഹൈവേകളിലൊന്നായ NH 229 ഇപ്പോഴത്തെ നമ്മുടെ യാത്ര. അരുണാചൽ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ഒക്ടോബർ, ഏപ്രിൽ മാസങ്ങളാണ്. ഈ സമയങ്ങളിൽ നല്ല സുഖകരമായ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഇവിടുത്തെ മലനിരകളുടെ അപകടകരമായ വസ്തുത അത്ര ഉറപ്പില്ലാത്ത പാറക്കെട്ടുകളാൽ രൂപം കൊണ്ടതാണ് എന്നതാണ്. അതിനാൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത മുന്നിൽ കണ്ടുവേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ. നാം ഇപ്പോൾ കുറച്ച് ഉയരത്തിലെത്തിയതായിട്ട് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 100-110 അടി താഴ്ചയിൽ ഒരു നദി ഒഴുകുന്നത് കാണാം. ബ്രഹ്മപുത്രയിലേക്കാണ് ഇതൊഴുകിപ്പോകുന്നത്. ഈ അടുത്തെപ്പോഴോ താഴെയുള്ള നദിയെ ലക്ഷ്യം വെച്ചെന്നോണം കുത്തിയൊലിച്ച് റോഡിലേക്ക് നിലംപൊത്തിയ മൺകൂമ്പാരവും ഒരു പടുകൂറ്റൻ മരവും. വീഴ്ചയുടെ ആഘാതത്തിലാവണം റോഡിന്റെ കുറെ ഭാഗവും അതിനെ താങ്ങി നിന്ന പാറക്കെട്ടുകളും ഭീതി ജനിപ്പിക്കുന്ന താഴ്ചയിലേക്ക് അടർന്നുപോയത്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്നുണ്ട്. മിഷന്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയോ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള സൂചന പോലെ തോന്നി. ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ട് യാത്ര തുടർന്നു. യാത്രാമധ്യേ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് തോന്നുമ്പോൾ ഉടനെ തന്നെ മിഷണറിമാരുടെ കൈകളെത്തുന്നത് ജപമാലയിലേക്കാണ്. ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മനസ്സിന് നല്ല ഊർജം ലഭിച്ചു. ബിജു അച്ഛൻ ഈ സ്ഥലത്തെക്കുറിച്ച് പറയും. എപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും മലയിൽ നിന്ന് കുറേ മണ്ണിറങ്ങി റോഡിൽ വന്ന് കിടക്കും. മണലും ചെളിയും കൂടെ കലർന്നതാണിത്. അപ്പം അതുകൊണ്ട് അതിങ്ങനെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ റോഡുകൾക്കൊന്നും ആവശ്യത്തിന് ഡ്രെയിനേജ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് മണ്ണ് അതങ്ങ് മൂടിപ്പോകും. കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്താനുള്ള സ്റ്റാഫ് അംഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണ് അവിടെ കിടക്കും. അടുത്ത മഴ വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ ആയിട്ട് വ്യാപരിക്കും. അപ്പോൾ 2-3 വണ്ടികൾ 3-4 വണ്ടികൾ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ചെളിയാകും. പിന്നെ അടുത്ത ചെളി സ്ഥലം എത്തി ഡ്രൈവർ പുറകോട്ട് എടുക്കുക. ഇനി മുമ്പിൽ നിന്നൊരു കാറും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പുറകോട്ടെടുത്തത്.
തീർച്ചയായിട്ടും ഇതൊരു അനുഭവം തന്നെയാണ്. നമ്മളൊരു അനുഭവം എന്നല്ല, ദൈവാനുഭവം തന്നെയാണിത്. ഓരോ യാത്രയും ഒരു വലിയ ദൈവാനുഭവം, വലിയ പാഠങ്ങളും ഒത്തിരി പാഠങ്ങളും നൽകുന്നതാണ് ഈ ഓരോ യാത്രയും. ഈ ചെളിയിലൂടെ ചില സമയത്ത് ഇങ്ങനെ സ്ലിപ്പ് ചെയ്തൊക്കെ വണ്ടി പോകും. നമ്മൾ തമാശക്കൊക്കെ പണ്ട് പറയുന്ന പോലെ വള്ളത്തിൽ പോകുന്ന പോലെയുള്ളൊരു അനുഭവമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. ബിജുവച്ചൻ പറയുന്നത് നമ്മളിപ്പോൾ ഈ റോഡിലൂടെ സുഖകരമായാണ് യാത്ര ചെയ്യുന്നതെന്നാണ്. കുറച്ചുനാൾ മുമ്പ് വരെ ഈ പാതയുടെ അവസ്ഥ ശോചനീയമായിരുന്നെന്നാണ്. അന്നൊക്കെ ചിലപ്പോൾ മിഷണറിമാർ ഇതിലൂടെയൊക്കെ 100 കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായിട്ടാണ് ഓരോ മിഷൻ സ്റ്റേഷനിലേക്കും എത്തിക്കൊണ്ടിരുന്നത്. ദൈവാനുഭവമുള്ള അതിസാഹസികമായ യാത്രകളായിരുന്നുവെന്നാണ് ബിജുവച്ചൻ പങ്കുവച്ചത്. നമ്മളിപ്പോൾ പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞുവെന്നാണ് ബ്രദർ ക്യാമ്പൻ കൈവശമുണ്ടായിരുന്ന മാപ്പ് നോക്കിയിട്ട് പറഞ്ഞത്. ഇവിടെയൊക്കെ പുതിയ റോഡ് നിർമ്മിക്കേണ്ടതുണ്ട്. പലപ്പോഴും നിർമ്മാണത്തിനുള്ള കാലതാമസം നേരിടുന്നത് യാത്രയിൽ എപ്പോഴും ഒരു വെല്ലുവിളിയായി മാറുന്നു. ഇവിടം കണ്ടപ്പോൾ തോന്നിയത് റോഡ് നിർമ്മാണത്തിനിടയിൽ എപ്പോഴോ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. കുറച്ച് താഴെയായി പഴയ പാലം തകരാത്ത അവസ്ഥയിൽ കാണാം. ദൂരെ മലമുകളിൽ ഉരുൾപൊട്ടിയതിന്റെ ലക്ഷണങ്ങൾ കാണാം. ബിജുവച്ചൻ പറഞ്ഞത് ആ സമയം അതിഭീകരമാണെന്നാണ്. ഇതുവഴിയുള്ള യാത്രക്കിടയിൽ മിഷണറിമാർ ദൈവസഹായത്താൽ തലനാരിഴയ്ക്കായിരിക്കും മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെടുക. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ പറയുന്നതിൻ്റെ എല്ലാ തെളിവുകളും നിരത്തിവച്ചിരിക്കുന്ന അന്തരീക്ഷമാണ് ചുറ്റും. ഇത് റോഡ് പലപ്പോഴും ഇത് റിപ്പയറിങ് വേണ്ട വിധത്തിൽ നടക്കാത്തതാണ് ഒന്നാമത്തെ ഒരു കാരണം. മറ്റ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള പണികൾ പെട്ടെന്ന് നടത്താനോ അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ട് കൃത്യമായിട്ട് നടത്താനോ ഒന്നുമുള്ള സംവിധാനം നിലവിൽ ഈ നാട്ടിലില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് തന്നെ ഒത്തിരി പേര് വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആവശ്യമൊക്കെ മനസ്സിലാക്കി അവർ ഇതൊക്കെ വൃത്തിയാക്കി കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഭാവിയിൽ നമ്മൾ ലക്ഷ്യമിടുന്നതും. ഈ ജനത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കത്തക്ക വിധത്തിൽ അവരുടെ ആൾക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലഘട്ടം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു യാത്ര എപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു റിസ്ക് തന്നെയാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ പറയുമ്പോഴാണെങ്കിലും എനിക്ക് പറയാൻ പറ്റും, ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത സമയങ്ങളിലൊക്കെ എത്രയോ തവണ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. മണ്ണിടിച്ചിൽ വളരെ സാധാരണ. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത, ഈ മണ്ണിനകത്ത് മണലും ചെളിയും രണ്ടും കൂടെ മിക്സാണ്. അതുകൊണ്ട് അതിന് ഉറപ്പില്ല. ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മണ്ണാണ്. അതുകൊണ്ട് അതിന് വലിയ ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും മണ്ണിടിച്ചിൽ സ്വാഭാവികമാണ്. ഒരു 3 പ്രാവശ്യമെങ്കിലും അത്ഭുതകരമായിട്ട് ഈ മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മുമ്പിലും പുറകിലുമൊക്കെ ആയിട്ട് മണ്ണ് ഇടിഞ്ഞ് വീഴുകയും അല്ലെങ്കിൽ നേരെ വന്ന കല്ല് ഇങ്ങനെ ഈശോയെ എന്നുള്ള ഒരൊറ്റ വിളിയിൽ അവിടെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഓടുമ്പോൾ, ഈ റോഡാണെങ്കിലും ഏത് റോഡാണെങ്കിലും ദൈവത്തിന് വേണ്ടിയിട്ട് ഓടുന്നവരെ ദൈവം തീർച്ചയായിട്ടും പരിപാലിക്കുന്നുണ്ട്. അപൂർവമായിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങളിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മിഷണറിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ അല്ലാതെ നോക്കിയാൽ തീർച്ചയായിട്ടും ദൈവം എപ്പോഴും നമ്മളോട് ഒപ്പം പ്രാർത്ഥിച്ച് നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കൊന്തയൊക്കെ ചില്ലിയാണ് നമ്മൾ യാത്ര ചെയ്യുക. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ മധ്യസ്ഥ എപ്പോഴും ഞങ്ങളോട് കൂടിയുണ്ട്. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു മാതാവ് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു മാതാവിൻ്റെ രൂപം ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതാണ്. അപ്പം മാതാവിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഓരോ യാത്രയിലും. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ധൈര്യം. നമുക്ക് ഒന്നിനും ആശ്രയിക്കാനില്ല. ചില സമയത്തൊക്കെ ചില റോഡിൻ്റെ അറ്റൊക്കെ അടുത്തെത്തുമ്പോഴാണ് അവിടെ റോഡ് മണ്ണ് ഇടിഞ്ഞു പോയത് ഡ്രൈവർ പോലും കാണുക. പക്ഷേ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാവുമെങ്കിലും പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാനൊക്കെ ആയിട്ട് ദൈവം കൃപ നൽകുന്നുണ്ട്. ആലോയിലേക്ക് ഇനി കുറച്ചു ദൂരം മാത്രം.
ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കാരണം അവിടെ എത്തിയ അന്ന് ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്തില്ല. അടുത്ത ദിവസം ഫ്രഷായിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് ആരംഭിച്ചു. Hello and welcome to Mission in Arunachal Pradesh, the land of rising sun. We are now in one of the fourth largest towns in the state, Arunachal Pradesh, called Along, also known as Along. It has got a population over 20,000 and it is located at the height of 2,000 feet, over 2,000 feet indeed. And well, education is one of the primary missions over here, one of the primary Catholic missions over here in this state. And we have this school, college called SFS and St. Francis de Sales, established in the year 2007. In fact, the work has begun in the year 2006. Well, now we are here at SFS College and we have Father George Vipin, MSFS, the principal. Hello, Father. And Father Biju, who is the main host of this series. താങ്ക് യു ബ്രദർ ക്യാമ്പൻ. ഇത് ബ്രദർ ക്യാമ്പൻ ചെന്നം ഫ്രം വിജയവാഡ. ബ്രദർ നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല. ഈ ബ്രദർ വളരെ തീഷ്ണതയോടുകൂടി ഇവിടെ ഒരു മിഷണറി ആകാനായിട്ട്, അരുണാചൽ പ്രദേശിൽ ഒരു മിഷണറി ആകാനായിട്ട് ഇറ്റാനഗർ ഡയസിസിൽ ചേർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ബ്രദർ ജേർണലിസത്തിലെ MA കോഴ്സുകളൊക്കെ കഴിഞ്ഞ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നീട് ന്യൂസ് എക്സ് ചാനലിൽ ന്യൂസ് റീഡറായിട്ടും മറ്റ് ചാനലുകളൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു വിളി സ്വീകരിച്ചുകൊണ്ട് വളരെ തീഷ്ണതയോടുകൂടി ഇവിടെ ഒരു മിഷണറി ആകാനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ബ്രദറെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു തീരുമാനമെടുത്തത്. മാത്രമല്ല നമുക്ക് ബ്രദറിന് എല്ലാവിധ ഭാവങ്ങളും നേരാം. താങ്ക് യു വെരി മച്ച് ബ്രദർ ക്യാമ്പൻ ആൻഡ് മേ ഗോഡ് ബ്ലസ് യു. നമ്മൾ ആലോയിലേക്ക് പിന്നീട് തിരിച്ചു വരും. അരുണാചൽ മിഷന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ. ഏതാണ്ട് 140 കിലോമീറ്റർ അകലെയുള്ള താത്തോ എന്ന മിഷൻ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ചുറ്റും. സാവകാശം ഉയരത്തിലേക്കായിരുന്നു യാത്രയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തണുപ്പ് കൂടുന്നു, ചെവികൾ അടയുന്നു. അങ്ങനെയുള്ള സാധാരണ അനുഭവങ്ങൾ ശരീരത്തിൽ പ്രകടമാകുന്നുണ്ടായിരുന്നു. ആലോയിൽ നിന്നുള്ള പരുക്കൻ സവാരിക്ക് ശേഷം നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന ഒരിടമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എത്തിയതും ആദ്യം അന്വേഷിച്ചത് ഇവിടെ നല്ല ചൂട് ചായ കിട്ടുമോ എന്നാണ്. ഭക്ഷണ സൗകര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഊർജമായി. ഇതാണ് സിക്കോ ദീദോ വെള്ളച്ചാട്ടം. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് സിയാങ് ജില്ലയിലെ മെച്ചുക്ക താത്തോ മേഖലയിൽ ഇർഗോ എന്ന ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. NH-13 സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തെ ഇവിടെ വരുന്നവർക്കാർക്കും നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഏതു വണ്ടിയും കുറച്ചു നേരത്തേക്ക് നിർത്തും, കാഴ്ച ആസ്വദിക്കും. ഈ വെള്ളച്ചാട്ടം കൂടെ കിട്ടണേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായ കാഴ്ചയുടെ വിരുന്ന് തന്നെയാണ് ഈ സിക്കോ ദീദോ വെള്ളച്ചാട്ടം. സിക്കോ ദീദോ വാട്ടർഫോൾ എന്നെഴുതിയതിനടിയിൽ എന്തോ മറഞ്ഞിരിക്കുന്നതായി ബ്രദർ ക്യാമ്പിന് മനസ്സിലായി.
റിസങ്കല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു പിടി നല്ലതും മോശമായതുമായ ചരിത്രം ഈ മണ്ണിന് പറയാനുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുവഴി പോകുന്ന യാത്രക്കാർക്കുള്ള ഏക ആശ്രയമാണ് ഈ ഹോട്ടൽ, ഹോട്ടൽ ഹിബ ലൈൻ. चेकअप हाँ 6 बोला है 6 बोला हम 4 बोला होगा 4 बनाया आके 6 आदमी है होगा बना देंगे हो जाएगा. आप दीजिए 6 आदमी को शेयर करके दीजिए, बात नहीं है. थोड़ा थोड़ा दीजिए ना. ചെറിയ സൗകര്യത്തിൽ നിന്നുകൊണ്ട് ഒരു കുടുംബം നടത്തിപ്പോരുന്ന ഹോട്ടലിന്റെ ഉൾവശം നല്ല അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കുന്നതാണെന്ന് മനസ്സിലായതിനാൽ ഇവിടെ വരുന്നവർക്ക് ആർക്കും ധൈര്യമായിട്ട് കയറി ഭക്ഷണം കഴിക്കാം. എല്ലാം തന്നെ നല്ല ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. ഹോട്ടലിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം യാത്രക്കാർക്കു വേണ്ട സ്റ്റേഷനറി സാധനങ്ങളും ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. കൗതുകമുണർത്തിയത് മറ്റൊരു കാഴ്ചയായിരുന്നു. അകത്ത് കണ്ട ചേട്ടൻ നെയ്യുന്ന തറിയായിരിക്കും. സിക്കോ ദീദോ വെള്ളച്ചാട്ടത്തിന്റെ മുൻപിൽ നടത്തിവരുന്ന ഈ ഹോട്ടൽ എല്ലാം കൊണ്ടും വ്യത്യസ്തമാവുകയാണ്. കച്ചവടമൊന്നുമില്ലാതിരിക്കുന്ന ഇടവേളകളിൽ ഇവിടുത്തെ വീട്ടമ്മയ്ക്ക് നെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ആയിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായി. എന്റെ കർത്താവേ, ഇവിടെയും അധ്വാനിക്കുന്നതിൽ സ്ത്രീകൾ തന്നെയാണല്ലോ മുന്നിൽ. നമുക്ക് ഈ വീട്ടമ്മയെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തിയാലോ? നമുക്ക് ബ്രദറിനെ വിട്ടാലോ എന്ന് അച്ഛൻ. ബ്രദർ റെഡി. अनी अब क्या बना रहा है? गाले बना रहे हैं गले ചേച്ചിയുടെ പേരെന്താണ്? എബും ഇവ. ഈ ഗ്രാമത്തിന്റെ പേരെന്താണ്? हिरगो हिरगो हीगो हिरगो हिरिगो हाँ हिरगो तो उस ഈ ഭാഗം സിക്കോ ദീദോ എന്നാണ് അറിയപ്പെടുന്നത്. सिक्को दे दो ഇപ്പോൾ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഇത് ഗലയാണ്. ഇത് നെയ്തെടുക്കാനായി എത്ര സമയം വേണ്ടിവരും? പെട്ടെന്നുണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ച, പതുക്കെയാണെങ്കിൽ 1 മാസം എടുക്കും. 1 महीना लगता है. ഇത് നെയ്തെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ധരിക്കും. ഓ, അപ്പോൾ ഇത് വിൽക്കാറില്ലേ? ഞാൻ ധരിക്കാറുമുണ്ട്, വിൽക്കാറുമുണ്ട്. ആ, എന്ത് വിലക്കാണ് വിൽക്കുന്നത്? ഏതാണ്ട് 2000-2500 രൂപ വരും. 2500 में एक या ആ, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികൾ, 2 ആണും 2 പെണ്ണും. ये आपका ഈ ഹോട്ടൽ നിങ്ങളുടേതാണോ? അതെ. മാസത്തിൽ നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടും? മാസത്തിൽ അങ്ങനെയൊന്നുമില്ല. नहीं आता है ദിവസവും 1000-ഓ 2000-ഓ രൂപയുടെ കച്ചവടം നടക്കും. ചിലപ്പോൾ അതും ഉണ്ടാകില്ല. आता है എപ്പോൾ ആളുകൾ കൂടുതൽ വരുമോ അപ്പോൾ കൂടുതൽ കിട്ടും. ധാരാളം ആൾക്കാർ വരാറുണ്ടോ? बहुत आदमी आता है തണുപ്പ് കാലത്ത് ധാരാളം ആൾക്കാർ വരാറുണ്ട്. നിങ്ങൾ കത്തോലിക്കയാണോ? അതെ, ഞാൻ കത്തോലിക്കയാണ്. എപ്പോഴാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത്? കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവിലൂടെയാണ് ഞാനും വിശ്വാസം സ്വീകരിച്ചത്. എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ഞാൻ മണിഗോങ് എന്ന ഗ്രാമത്തിൽ നിന്നാണ് വിശ്വാസം സ്വീകരിച്ചത്. നിങ്ങൾ മണിഗോങ് ഗ്രാമത്തിൽ നിന്നാണോ? അതെ, ഞാൻ മണിഗോങ്കാരിയാണ്. ആ, അവിടെ നിന്നും എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? വിവാഹത്തോടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ മാതാപിതാക്കന്മാർ മണിഗോങ്ങിലാണ്. सो എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? इतना बिलीव करता है दूसरों को बिलीव कर सकता है ना ഈശോ മിശിഹ ഇല്ലെങ്കിൽ നാം എങ്ങനെയാണ് ജീവിക്കുക? ചെകുത്താന്റെ കയ്യിൽ ആയിപ്പോകില്ലേ? का हाथ में होगा तो हम लोग को मोड़ना ഓ, മുൻപ് ചെകുത്താന്റെ കയ്യിലായിരുന്നോ? അതെ, മുൻപായിരുന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പമായിരിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. आपको कैसे നിങ്ങൾ मालूम वही എങ്ങനെയാണ് ഈ समझिए യേശുക്രിസ്തുവിനെ അറിയുന്നത്? बारे में പള്ളിയിൽ ബൈബിൾ പ്രഘോഷിക്കുന്ന ആളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. क्या जो बताएं हम लोग प्रीचिंग करते हैं ना हाँ? वही उससे सुनते हैं हम. कौन किससे गिरजा में जो बाइबल प्रीचिंग करता है हाँ हाँ ചേച്ചി പ്രേംഭായിയെ കണ്ടിട്ടുണ്ടോ? വളരെ ചെറുപ്പത്തിൽ ഞാൻ പ്രേംഭായിയെ കണ്ടിട്ടുണ്ട്. ना नहीं देखा छोटा में चौथा में देखा हाँ हाँ सिस्टर ഓ, സിസ്റ്റർ ദൊറോത്തിയെ അറിയുമോ? അവരെ കുറെ കാലം മുമ്പ് കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ബിഷപ്പിനോടൊപ്പം ഇവിടെ വന്നിരുന്നു. അവർക്ക് മീൻ വേവിച്ചു കൊടുത്തു.
ഞാൻ ബിഷപ്പിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. താത്തോ ഇടവകയിൽ വരുമ്പോൾ പോയി കാണുവാൻ കഴിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് വലിയ ദുഃഖമായിരുന്നു. അപ്പോഴാണ് അവർ വാഹനത്തിൽ വന്നത്. എനിക്ക് വലിയ സന്തോഷമായി. നിങ്ങൾ മുൻപ് ബിഷപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടില്ല, എന്നാൽ കേട്ടിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ആ, ബിഷപ്പ് നിങ്ങളുടെ ഹോട്ടലിൽ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ വിചാരിച്ചു വിമാനത്തിലായിരിക്കും വരുന്നതെന്ന്. എന്നാൽ വണ്ടിയിൽ വരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഹോട്ടലിൽ വന്നതുകൊണ്ട് വലിയ സന്തോഷമായി കാണുമല്ലേ? അതെ, എനിക്ക് വലിയ സന്തോഷമായി. ഇവിടെ നിന്നും അവരെന്താ കഴിച്ചത്? അവർ ചപ്പാത്തിയും കൊണ്ടാണ് വന്നത്. ചപ്പാത്തി കഴിക്കാമെന്നും പറഞ്ഞ് കയറി വന്നു. സിസ്റ്റർ ഡൊറോത്തിയെ എനിക്കറിയാമായിരുന്നു. ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞു. ചപ്പാത്തി കഴിക്കാമെന്ന് അവർ പറഞ്ഞു. രാവിലെ ഗ്രാമത്തിൽ നിന്ന് വന്നപ്പോൾ 1 കിലോ മീൻ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഞാനത് വേവിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. പിതാവിന് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ ആനന്ദമായിരുന്നു. എന്തുകൊണ്ടാ താത്തോയിലെ ആഘോഷത്തിന് വരാതിരുന്നത്? ഈ കട നോക്കാൻ മറ്റാരുമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ഭർത്താവ് പോയിരുന്നു. ഇതുവഴി സുമോ സർവീസ് നടത്തുന്നവരുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. യേശുക്രിസ്തു നിങ്ങൾക്ക് എന്താണ് നൽകിയത്? എനിക്ക് കുടുംബം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, ഭക്ഷിക്കാനുള്ളതും തരുന്നു. ഇത് മുഴുവൻ ഈശോയുടെ അനുഗ്രഹമാണ്. നല്ലൊരു അനുഭവ സാക്ഷ്യം കേൾക്കാനിടയായി. അരുണാചൽ മിഷന്റെ സാന്നിധ്യം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയിൽ നല്ല ചൂടുചായയും കുടിച്ചുകൊണ്ട് ഈ ഹിബാലൈൻ ഹോട്ടലിന് മുന്നിൽ നിന്നാൽ സിക്കോദീദോ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരു വൈറ്റ് ഫ്രെയിം അങ്ങനെ അങ്ങ് കണ്ട് ആസ്വദിക്കാം. ഇന്ന് നമ്മൾ യാത്ര ചെയ്ത ദുർഘടമായ പാതയിലൂടെ 73-കാരനായ അരുണാചൽ മിഷന്റെ പിതാവ് ബിഷപ്പ് ജോൺ താത്രക്കുടിയിൽ താത്തോയിലെ തന്റെ പ്രിയ ജനത്തെ തേടി ഇതിനോടകം എത്തിയിട്ടുണ്ടാകുമെന്ന് ബിജു അച്ഛൻ പറഞ്ഞു. പ്രിയ പ്രേക്ഷകരാരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മിഷൻ വിശേഷങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ മലമുകളിലുള്ള ആ കൊച്ചു ഗ്രാമത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. ദൈവത്തിന് നന്ദി.